എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ഭൂമിയും ജീവലോകവും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ഭൂമിയിലെ ജീവൻ്റെ ഉത്ഭവം. ഭൂമിയിലെ ജീവൻ്റെ പരിണാമത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിൻ്റെ ഒരു നിഗമനം നമുക്ക് നോക്കാം. ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുൻപ് സൂര്യനിൽ നിന്ന് അടർന്നു മാറിയ ഭാഗം പൊട്ടിത്തെറിച്ച് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായി മാറി. നിരന്തരമായ തിളച്ചുമറിയലിലൂടെ ഭാരമുള്ള വസ്തുക്കൾ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കും ഭാരം കുറഞ്ഞവ മുകളിലേക്കുമായി ക്രമീകരിക്കപ്പെട്ടു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തുവന്ന നീരാവി തണുത്ത് മഴയുണ്ടാവുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി സമുദ്രങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ രൂപം കൊള്ളുകയും സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യനുമായി പരിണമിക്കുകയും ചെയ്തു. ഭൂമിയിൽ എവിടെയെല്ലാമാണ് ജീവൻ നിലനിൽക്കുന്നത് അറിയാമോ? ഭൂമിയിലെ കര, വായു, ജലം എന്നീ മണ്ഡലങ്ങളിലാണ് ജീവൻ നിലനിൽക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളെയും കൂട്ടിച്ചേർത്ത് നമുക്ക് ജൈവമണ്ഡലം എന്ന് വിളിക്കാം. ജൈവമണ്ഡലത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമാണ് കര, വായു, ജലം എന്നീ മണ്ഡലങ്ങൾ. ശിലാമണ്ഡലം. എന്താണ് ശിലാമണ്ഡലം? ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, മരുഭൂമികൾ, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ, സമുദ്രത്തിനടിയിലുള്ള ഭൂരൂപങ്ങൾ എന്നിവയെല്ലാം ശിലാമണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. കരയിലെ ഏറ്റവും ഉയർന്ന ഭാഗമായ എവറസ്റ്റ് കൊടുമുടി, സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ചലഞ്ചർ ഗർത്തം എന്നിവ ശിലാമണ്ഡലത്തിലെ ഭാഗങ്ങളാണ്. ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങൾ. ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ, സമതലങ്ങൾ, പീഠഭൂമികൾ എന്നിവ. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. മൗണ്ട് എവറസ്റ്റ്, ആൽപ്സ് എന്നിവ പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. ടിബറ്റൻ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി എന്നിവ പീഠഭൂമികൾക്ക് ഉദാഹരണമാണ്. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഗംഗാ സമതലം ഇതിനുദാഹരണമാണ്. ശിലാമണ്ഡലം മനുഷ്യജീവിതത്തിൽ. ചിത്രം ശ്രദ്ധിച്ചില്ലേ? ശിലാമണ്ഡലം മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതികളാണ് ചിത്രത്തിൽ. അത് എങ്ങനെയെല്ലാമാണെന്ന് നോക്കാം. ഗതാഗത സൗകര്യത്തിന് വേണ്ടി റോഡുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ മെറ്റലും പാറപ്പൊടിയും ശിലാമണ്ഡലത്തിൽ നിന്ന് രൂപപ്പെടുന്നവയാണ്. ശിലാമണ്ഡലത്തിൻ്റെ മറ്റൊരു രൂപമായ മണ്ണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നു. കെട്ടിടങ്ങളും പാലവും മറ്റു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മണലും ഇഷ്ടികയും ശിലാമണ്ഡലത്തിൻ്റെ മറ്റു രൂപങ്ങളാണ്. ഖനനം ചെയ്തെടുക്കുന്ന കൽക്കരിയും മറ്റു ധാതുപദാർത്ഥങ്ങളും ശിലാമണ്ഡലത്തിലെ ഉപയോഗപ്രദമായ മറ്റു വസ്തുക്കളാണ്. ശിലാമണ്ഡലം മനുഷ്യന് പ്രയോജനമാകുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവ. ശിലാമണ്ഡലത്തിൻ്റെ ഭാഗമായ ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ മണ്ണിനെക്കുറിച്ച് നോക്കാം. മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നോക്കാം. അനേകം വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറ പൊടിയുന്നു. ചിലപ്പോൾ രാസമാറ്റങ്ങളും അവയിൽ സംഭവിക്കാറുണ്ട്. അതിന് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശവും കലരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മണ്ണ് രൂപപ്പെടുന്നത്. ജലം, വായു, ജൈവാംശം, സൂക്ഷ്മാണുക്കൾ തുടങ്ങിയവ മണ്ണിലുണ്ട്. പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് 1000-ലധികം വർഷം വേണം. എന്നാൽ മനുഷ്യപ്രവർത്തനങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടിക്ക് കോട്ടം വരുത്താറുണ്ട്. രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും അമിതമായ ഉപയോഗം, തുടർച്ചയായ കൃഷി തുടങ്ങിയ പ്രവർത്തനങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടിയെ പ്രതികൂലമായി ബാധിക്കുന്നു. മൺമറയുന്ന നെൽവയലുകൾ. മനുഷ്യൻ്റെ വിവേകരഹിതമായ പ്രവൃത്തികൾ നെൽവയലുകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. വിശാലമായ നെൽവയലുകൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ വയലുകളും മറ്റും ചതുപ്പ് പ്രദേശങ്ങളുമൊക്കെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന സ്വാഭാവിക ഇടങ്ങളാണ് ഇതിലൂടെ നഷ്ടമാകുന്നത്. ചിലയിടങ്ങളിലാകട്ടെ കാലങ്ങളായി വയലുകളിൽ നിലനിൽക്കുന്ന ചെളി ഇഷ്ടിക നിർമ്മാണത്തിനായി മനുഷ്യർ കുഴിച്ചെടുത്ത് ചൂളകളിൽ ചുട്ടെടുക്കുന്നു. വയലുകളിൽ ചെളിയാണ് വെള്ളം ശേഖരിച്ചു വയ്ക്കുന്നത്. ചെളിയില്ലെങ്കിൽ വയലില്ല. ചിലയിടങ്ങളിൽ വയലിലെ ചെളി നീക്കി അതിനടിയിലെ മണലാണ് മനുഷ്യർ കുഴിച്ചെടുക്കുന്നത്. പുഴയിലെ മണൽവാരലാണ് മറ്റൊരു പ്രശ്നം. മണൽവാരൽ കൊണ്ടുള്ള ദോഷങ്ങളാണ് പുഴയുടെ അടിത്തട്ടിൻ്റെ ആഴം കൂടുന്നത്, സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പ് താഴുന്നത്, ജലദൗർലഭ്യം ഉണ്ടാകുന്നത്, നദികളുടെ വശങ്ങൾ ഇടിയുന്നത്, ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാകുന്നത് തുടങ്ങിയവ. കുന്നുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ജലസംരക്ഷണ കേന്ദ്രങ്ങളാണ്.
മഴക്കാലത്ത് ഒരു കുന്ന് സംഭരിച്ചു വയ്ക്കുന്ന വെള്ളമാണ് പിന്നീട് വേനൽക്കാലത്ത് പരിസര പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിലേക്ക് കിനിഞ്ഞിറങ്ങുന്നത്. കുന്നുകൾ ഇല്ലാതാകുന്നതോടെ വേനലിൽ വൻ വരൾച്ചയ്ക്ക് കാരണമാകുന്നു. മണ്ണിന് നാശമുണ്ടാക്കുന്ന മറ്റു പ്രവർത്തനങ്ങളാണ് വനനശീകരണം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, ചെരിവ് തലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ണ് മലിനീകരണം, രാസവളങ്ങളുടെ അമിത ഉപയോഗം, കീടനാശിനികളുടെ അമിത ഉപയോഗം, പ്ലാസ്റ്റിക്കുകളുടെ അമിത നിക്ഷേപം തുടങ്ങിയവ. പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. എന്നാൽ അവ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരാറിലാക്കും. അമിത വിഭവ ചൂഷണത്തിൻ്റെ ഫലമായി പ്രകൃതിക്കുണ്ടാകുന്ന നാശം കുറയ്ക്കുന്നതിന് ബദലുകൾ തേടേണ്ട ആവശ്യമാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്, കളിമൺ പാത്ര ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണത്തിനുള്ള കട്ടകൾ നിർമ്മിക്കാം. പുഴകളിലെ മണലിനു പകരം പാറപ്പൊടി കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതിയും ഇന്ന് നിലവിലുണ്ട്. ഉറപ്പിലും ഈടിലും പാറപ്പൊടി മണലിനേക്കാൾ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ചില ബദലുകൾ ശിലാമണ്ഡലത്തെ സംരക്ഷിച്ചു പോരാൻ സഹായിക്കുന്നു. ശിലാമണ്ഡലത്തെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. ജലമണ്ഡലം ഭൗമോപരിതലത്തിൻ്റെ 2/3 ഭാഗവും ജലമാണ്. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ ഇവയെ കൂടാതെ ഭൂമിയുടെ ഉള്ളിലും ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ധ്രുവപ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും ജലം ഉറഞ്ഞ് ഖരരൂപത്തിലും അന്തരീക്ഷത്തിൽ ഇത് നീരാവിയായും ജലകണികകളുമായാണ് നിലകൊള്ളുന്നത്. ഇത്തരത്തിൽ 3 അവസ്ഥകളിലുമായി ഭൂമിയിൽ കാണുന്ന ജലമാണ് ജലമണ്ഡലം. ശുദ്ധജലത്തിൻ്റെ ലഭ്യത ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 2/3 ഭാഗവും വെള്ളമാണെങ്കിലും നമുക്ക് ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. എന്തായിരിക്കും ഇതിന് കാരണം? ഭൂമിയിലുള്ള ജലത്തിൽ ആകെ 3% മാത്രമാണ് ശുദ്ധജലം. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവ് കേവലം 1% താഴെയാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളിലും പർവ്വതങ്ങളുടെ മുകളിലുമായി ഉറഞ്ഞു കിടക്കുന്നു. ഭൂഗർഭജലം ഉപയോഗിക്കുന്നതിന് നിരവധി പരിമിതികളുണ്ട്. അതിനാൽ നമുക്ക് ജലക്ഷാമം അനുഭവപ്പെടുന്നു. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ശുദ്ധജലം കിട്ടാക്കനിയായി മാറ്റിയിരിക്കുന്നു. ശുദ്ധജല സംരക്ഷണം സകല ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ജലപരിപാലനത്തിൻ്റെ ശാസ്ത്രീയ രീതികൾ ഏതെല്ലാം എന്ന് നോക്കാം. 1. കുന്നിൻ ചരിവുകളെ തട്ടുകളാക്കി കൃഷി ചെയ്യുക. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്കു പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. മലഞ്ചെരിവുകളിലെ നീർച്ചാലുകൾ, കോൺക്രീറ്റ് തടയണകൾക്കു പകരം അതാതിടത്ത് കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക. മണ്ണു സംരക്ഷണ കയ്യാലകൾ നിർമ്മിക്കുക. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇണക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക. തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വച്ചു പിടിപ്പിക്കുക. ഗാർഹിക, വ്യാവസായിക മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടാതിരിക്കുക. വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. ഈ പറഞ്ഞവ ജലപരിപാലനത്തിൻ്റെ ചില ശാസ്ത്രീയ രീതികളാണ്. വായുമണ്ഡലം. എന്താണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം? ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് അന്തരീക്ഷം. ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളും നീരാവിയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു. ചിത്രം ശ്രദ്ധിച്ചല്ലോ. അതിൽ നിന്ന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടും എന്ന് നമുക്ക് നോക്കാം. സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷം നൽകുന്നു. ഭൂമിയിലെ വിവിധ ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും ഇത് നൽകുന്നു. ഇത് ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ കിരണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. മഴയും മഞ്ഞും പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണം അന്തരീക്ഷമാണ്. അന്തരീക്ഷ മലിനീകരണം. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത്. ഇവയ്ക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ശീതീകരണികൾ അഥവാ റെഫ്രിജറേറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ, വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം തുടങ്ങിയവ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. വായു മലിനീകരണം അന്തരീക്ഷത്തിൻ്റെ സ്വാഭാവിക ഘടനയ്ക്ക് തന്നെ മാറ്റമുണ്ടാക്കുകയും ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള വിവിധ രീതികളെക്കുറിച്ച് നോക്കാം. വിറകടുപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. ചപ്പുചവറുകൾ, പ്ലാസ്റ്റിക്കുകൾ തുടങ്ങിയവ കത്തിക്കുന്നത് ഒഴിവാക്കുക.
യാത്രയ്ക്കായി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. പെട്രോളിൽ ഓടുന്ന വാഹനങ്ങൾക്ക് പകരം CNG വാഹനങ്ങൾ ഉപയോഗിക്കുക. ഈ പറഞ്ഞിരുന്ന മാർഗങ്ങളിലൂടെ വായുമലിനീകരണത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കും. ജൈവമണ്ഡലം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, അന്തരീക്ഷം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ സാധ്യമാക്കുന്നത് ശില, ജലവായു മണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനുഷ്യജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് ലഭ്യമാക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. അതുപോലെ ധാതു ലവണങ്ങൾ ശിലാമണ്ഡലത്തിൽ നിന്നും ജലമണ്ഡലത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. മനുഷ്യന്റെ വിവേകരഹിതമായ പ്രവൃത്തികൾ ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നഷ്ടമുണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. കേരളത്തിലുണ്ടാകുന്ന ചില പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നോക്കാം. ഉരുൾപൊട്ടൽ. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറകളും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടൽ സമയത്ത് സ്വീകരിക്കേണ്ട ചില സുരക്ഷാ നടപടികൾ ഏതെല്ലാമെന്ന് നോക്കാം. എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. ചെറിയ കുട്ടികൾ, വൃദ്ധർ, ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെ രക്ഷയ്ക്ക് മുൻഗണന നൽകുക. പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. പോലീസ്, ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായി ബന്ധപ്പെടുക. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. വെള്ളപ്പൊക്കം. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞൊഴുകാറുണ്ട്. ഇതാണ് വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്കം നേരിടാനുള്ള ചില വഴികൾ നോക്കാം. പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വയ്ക്കരുത്. മഴക്കാലത്ത് പുഴയിൽ ഇറങ്ങരുത്. വയലുകൾ മണ്ണിട്ട് മൂടരുത്. തീരത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണം. വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. പ്രകൃതി ദുരന്തങ്ങൾ തടയുന്നതിനും അപകട സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള സർക്കാർ വകുപ്പുകൾ ഏതൊക്കെയെന്ന് നോക്കാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 7ാം ക്ലാസ്സിലെ ഭൂമിയും ജീവലോകവും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 10th ലെവൽ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.